നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് FC ബാഴ്സലോണ ജിറോണയുമായിട്ട് കളിക്കുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 7:45 ആ മത്സരം. ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ഹൻസി ഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടിരുന്നു. റാഫീഞ്ഞയുടെ കാര്യം മാധ്യമങ്ങൾ ചോദിച്ചു. റാഫീഞ്ഞ പരിക്കിൻ്റെ പിടിയിലാണ്, അദ്ദേഹത്തിന് ഈ മത്സരം കളിക്കാൻ പറ്റില്ല എന്ന് കോച്ച് കൺഫേം ചെയ്യുന്നു. പക്ഷേ എല്ലാവരും ഉറ്റുനോക്കുന്നത് എൽ ക്ലാസിക്കോക്ക് റാഫീഞ്ഞ ഉണ്ടാകുമോ എന്നുള്ളതാണ്. എൽ ക്ലാസിക്കോ മത്സരം ഒക്ടോബർ 26 അന്ന് റയലിൻ്റെ മൈതാനത്താണ് എൽ ക്ലാസിക്കോ നടക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് റാഫീഞ്ഞ വരുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇന്നലെ കോച്ച് അതിന് പറഞ്ഞ മറുപടി നോക്കുക. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ റാഫീഞ്ഞയെ എൽ ക്ലാസിക്കോക്ക് റെഡിയാക്കുക എന്നത് തന്നെയാണ്. ചിലപ്പോൾ ചില പ്രോബ്ലങ്ങൾ റിക്കവറി പീരീഡിൽ എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷേ ഇപ്പോൾ റൈറ്റ് ഡയറക്ഷനിലാണ് റാഫീഞ്ഞ പോയിക്കൊണ്ടിരിക്കുന്നത്. ആശങ്കകൾക്ക് വകയില്ല. റാഫീഞ്ഞ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുള്ള ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. ഞങ്ങൾ അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അധിക കാലമൊന്നും അദ്ദേഹം വീണ്ടും കളിക്കളത്തിലേക്ക് വരാനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല. ഇഞ്ചുറീസ് നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് മാനേജ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇഞ്ചുറി എന്നുള്ളത് ഞങ്ങളുടെ ജോബിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നു. അതോടൊപ്പം ഇന്നത്തെ മത്സരത്തിൽ ലാമിൻ യമാലും ഫെർമിൻ ലോപ്പസും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ 90 മിനിറ്റ് അവർ കളിക്കുന്നുണ്ടാവില്ല എന്നുകൂടി പറയുന്നു. ബട്ട് ദേ കാൻ പ്ലേ 90 മിനിറ്റ്സ് എന്ന് പറയുന്നത്, അതായത് പരിക്ക് മാറി തിരികെ വരുന്നേ ഉള്ളൂ. കുറച്ച് മിനിറ്റുകളെങ്കിലും അവർ കളിക്കളത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സിൽ എത്താം.